പശ്ചിമേഷ്യൻ സംഘർഷം വിതരണ ശൃംഖലകളിലും വ്യാപാരത്തിലും ദൈനംദിന ജീവിതത്തിലും സൃഷ്ടിക്കുന്ന ആഘാതം ലഘൂകരിക്കാൻ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരോട് ആഹ്വാനം ചെയ്തു. സമാനമായ ആഗോള തടസ്സങ്ങൾ കൈകാര്യം ചെയ്ത പരിചയം ഇന്ത്യക്കുണ്ട്. ടീം ഇന്ത്യ എന്ന മനോഭാവത്തോടെ സഹകരണവും ഏകോപനവും വേണം. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ പ്രത്യാഘാതങ്ങളും തയ്യാറെടുപ്പും അവലോകനം ചെയ്യാൻ വിളിച്ച വീഡിയോ കോൺഫറൻസ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗമാണ് വിളിച്ചത്. സാമ്പത്തിക വ്യാപാര സ്ഥിതി നിലനിർത്തുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, പൗരന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, വ്യവസായ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് സർക്കാരിന്റെ മുൻഗണനകൾ. കേന്ദ്രം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കേണ്ടത് സംസ്ഥാനങ്ങളിലാണ്. അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നിരന്തരമായ ആശയവിനിമയവും ഏകോപനവും വിവരങ്ങൾ പങ്കിടലും സംയുക്തമായി തീരുമാനമെടുക്കലും വേണമെന്നും മോദി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും പങ്കെടുത്തു. ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ സ്ഥിതിഗതികൾ വിവരിച്ചു. അവശ്യവസ്തുക്കളുടെ ലഭ്യത പൊതുജനങ്ങളെ കൃത്യമായി അറിയിക്കണമെന്നും മോദി പറഞ്ഞു. ചീഫ് സെക്രട്ടറി തലത്തിൽ പതിവ് അവലോകനങ്ങളും ജില്ലാ തലത്തിൽ തുടർച്ചയായ നിരീക്ഷണവും നടത്തണം. വിതരണ ശൃംഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ അതിർത്തി, തീരദേശ സംസ്ഥാനങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.